ജീവിതം ലളിതമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് കഠിനാധ്വാനമാണോ അതോ വിശ്വപ്രാണനോടുള്ള സമന്വയമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പ്രാണനം makes life effortless when we consciously participate in the flow of prana. നമ്മൾ അടുത്ത ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ജീവശക്തി ശാസ്ത്രത്തിലേക്കുള്ള ഒരു ആമുഖം, അതാണ് അധ്യായത്തിന്റെ പേര്. ഇന്നത്തെ വിഷയം പ്രാണനം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എന്താണ് പ്രാണനം, പിന്നെ എന്താണ് ജീവശക്തിയുടെ വിശ്വനടനം എന്നുള്ളത്, എന്താണ് വിശ്വപ്രാണന്റെ ഗുണവിശേഷങ്ങൾ, എങ്ങനെയാണ് വിശ്വപ്രാണ പ്രവാഹത്തിൽ നാം നിലകൊള്ളുന്നത്, എങ്ങനെയാണ് പ്രാണനം സാക്ഷാത്കരിക്കേണ്ടത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവശക്തിയുമായി ബോധപൂർവം പങ്കാളിത്തം നേടിയാൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും സുഗമമായി നടക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ കഠിനാധ്വാനം ഇല്ലാതെ എങ്ങനെ നിർവഹിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പരാമർശം തുടക്കത്തിൽ ചെയ്തത്. ഈ ജീവശക്തി എന്ന് പറയുന്നത് എന്താണ് എന്നത് അറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ടും പറയാൻ കഴിയൂ. നമുക്കറിയാം, ജീവൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ സ്വയം പ്രവർത്തന സംവിധാനമാണ്. സ്വയം പ്രവർത്തന സംവിധാനം എന്ന് വെച്ചാൽ അത് സ്വയമേവ സംഘടിപ്പിക്കുന്നു, സ്വയമേവ പരിചരിക്കുന്നു, സ്വയമേവ സംരക്ഷിക്കുന്നു, സ്വയമേവ വംശീകരിക്കുന്നു എന്നുള്ളത്. വംശീകരണം അവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളത് ആ സ്വയം പ്രവർത്തനം എന്നുള്ളത്, ആ സ്വയം പ്രവർത്തിക്കാൻ ഉള്ള ശേഷി, അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ശേഷിയെ ചാലനം ചെയ്യാൻ എന്നുവെച്ചാൽ ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണെങ്കിൽ ആ പ്രതിഭാസത്തെ നിർവഹിക്കാൻ, നടപ്പിലാക്കാൻ അതിനൊരു പ്രേരണ ആവശ്യമാണ്. സ്വയം പ്രവർത്തിക്കാൻ ഒരു പ്രേരണ വേണം. അപ്പൊ വെറുതെ കിടക്കുന്ന ഒരു പട്ടി ഉണ്ടെന്നിരിക്കട്ടെ, ആ പട്ടിക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോകുവാൻ, അല്ലെ പട്ടിക്ക് എഴുന്നേറ്റ് ഒന്ന് കുറയ്ക്കുവാൻ ഒരു കാരണം ആവശ്യമാണ്, ഒരു പ്രേരണ ആവശ്യമാണ്. അതായത് ജീവനെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പ്രേരണ. ആ പ്രേരണയുടെ പേരാണ് ജീവശക്തി. ഈ ജീവശക്തിയെ നമ്മൾ ചൈതന്യം എന്ന പേരിൽ ഒരു സത്തയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ശരീരത്തിലെ ചൈതന്യമാണ് ജീവശക്തി എന്ന് പറയുന്നത്. അപ്പൊ ജീവൻ വേറെ, ജീവശക്തി വേറെ. ജീവൻ ഒരു പ്രതിഭാസമാണ്, ജീവശക്തി എന്ന് വെച്ചാൽ അതിന് നൽകുന്ന പ്രേരണയാണ്. ഈ ജീവശക്തി, ആ ചലന പ്രേരണ ആണ് പ്രപഞ്ചത്തിലെ സർവ സംവിധാനത്തെയും ചലിപ്പിക്കുന്നത്. ആ സർവ സംവിധാനത്തെയും ചലിപ്പിക്കുന്ന ആ ജീവശക്തി നമ്മിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട്. അതിനെയാണ് ശ്വാസോച്ഛ്വാസം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവൻ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശ്വാസോച്ഛ്വാസം, രണ്ട് ചയാപചയം. എന്നുവെച്ചാൽ ശരീരത്തിന്റെ ഭാഗങ്ങളെ നിർമ്മിക്കാനായിട്ട് പുറത്തു നിന്നും ഘടകങ്ങളെ സ്വീകരിക്കുകയും പ്രവർത്തനം കഴിഞ്ഞ ഘടകങ്ങളെ ശരീരത്തിന്റെ പരിസരത്തേക്ക് വിന്യസിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ചയാപചയം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ വെയിൽ നിന്ന് എടുക്കുന്ന വെയിലാണെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും പരിസരത്തു നിന്നും എടുക്കുന്നവയെ എടുത്തുകൊണ്ട് ശരീരത്തെ നിർമ്മിക്കുന്ന പ്രക്രിയ, ആ നിർമ്മാണം കഴിഞ്ഞ് പ്രവർത്തനം കഴിഞ്ഞ് വിരമിച്ച കോശങ്ങളെ ആ പരിസരത്തേക്ക് വീണ്ടും വിസർജ്യങ്ങളായിട്ട് കൈമാറുന്ന പ്രക്രിയ, ഇതിനാണ് ചയാപചയം എന്ന് പറയുക, അല്ലെങ്കിൽ ഉപാപചയം എന്ന് പറയുക. എങ്കിൽ ഇതിലെ ഒരു പ്രധാന കാരിയറായിട്ട് നിരന്തരം ആ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടത്തുന്ന ആ ഒരു ശക്തിയുടെ വിനിമയത്തെ
ആണ് ശ്വസനം എന്ന് പറയുക. അപ്പൊ ഈ ശ്വസനവും ചയാപചയവും ആണ്, അല്ലെങ്കിൽ ശ്വസനവും ഉപാപചയവുമാണ് ജീവന്റെ പ്രഥമ ലക്ഷണങ്ങളായിട്ട് നമ്മൾ സാധാരണ പറയാറ്. അപ്പൊ അങ്ങനെയുള്ളവയ്ക്ക് ജീവൻ ഉണ്ടെന്ന് പറയാം. അപ്പോ ജീവൻ എന്നുള്ള ആ പ്രക്രിയ നിലനിർത്താനായിട്ട് ജീവശക്തിയെ പരിസരത്തു നിന്നും സ്വീകരിച്ച് പ്രവർത്തിച്ച് അത് കഴിഞ്ഞ് പുറന്തള്ളുന്ന ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് പ്രാണനം എന്ന് പറയുക. ഈ ജീവശക്തിയെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ആ പ്രാണനെ സ്വീകരിച്ച് പ്രവർത്തിപ്പിച്ച് വീണ്ടും പുറന്തള്ളുന്ന ആ പ്രക്രിയയെ പ്രാണനം എന്ന് പറയും. അതായത് പ്രപഞ്ച ചൈതന്യവുമായുള്ള ബോധപൂർവമായ പങ്കാളിത്തം. ചൈതന്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു, അതൊരു ഫെസിലിറ്റിയാണ്. ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വസ്തുക്കളുണ്ട്, ഘടകങ്ങളുണ്ട്, ഘടനകളുണ്ട്, പ്രതിഭാസങ്ങളുണ്ട്, ഇവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു ഫെസിലിറ്റി എന്ന് പറയുക. അപ്പോ പ്രപഞ്ച ചൈതന്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ചലിക്കാൻ പാകത്തിൽ നിൽക്കുന്ന ഘടകങ്ങൾ, അവയെല്ലാം തമ്മിലുള്ള ഒരു വിന്യാസം, അവയെല്ലാം തമ്മിലുള്ള പാരസ്പര്യം, ഇവയെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, അതിന് ഉചിതമായ കാലം, അതിനുള്ള സമയം, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ആ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ചൈതന്യം, പ്രപഞ്ചത്തിന് ചാലനം ചെയ്യാൻ പാകത്തിലുള്ള ഫെസിലിറ്റി, ആ ടോട്ടൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതുമായിട്ടുള്ള ബോധപൂർവം പങ്കാളിത്തം നടത്തുന്നതിനെയാണ് പ്രാണനം എന്ന് പറയുക. ഈ പ്രാണൻ എന്ന് പറയുന്നത്, പ്രപഞ്ച പ്രാണൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം സർവവ്യാപിയാണ്. പ്രപഞ്ചം എവിടെ ഉണ്ടോ, പ്രപഞ്ചത്തിന്റെ പരിധി ഉണ്ടെങ്കിൽ ആ പരിധി വരെ, പരിധി അല്ലെങ്കിൽ പരിധി ഇല്ലാതെ നിൽക്കുന്ന, സർവയിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ജീവശക്തി അല്ലെങ്കിൽ ജീവചൈതന്യം. ഇത് ജീവചൈതന്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജീവശക്തിയുടെ പ്രവാഹമുണ്ട്, ജീവചൈതന്യത്തിന്റെ പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തില് ഉള്ള ഒരു ഇടപെടലാണ് ഈ പ്രാണനം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മെയിൻ ലൈൻ ഇങ്ങനെ നമ്മുടെ വീടിന് മുമ്പിൽ കൂടെ പോകുന്നു, എന്നിട്ട് അതൊരു പോസ്റ്റിലെത്തുമ്പോൾ അവിടെ ഒന്നും നമ്മൾ ടാപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ചില കർഷകരൊക്കെ കൃഷിയിടങ്ങളിൽ ഈ വൈദ്യുതി മോഷ്ടിക്കാറുണ്ട്. 2 കമ്പി പോകുന്ന സമയത്ത്, മുകളിലൂടെ 2 കമ്പി പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ 2 കമ്പി ഉണ്ടാവും, 2 കമ്പിയുടെ അറ്റത്ത് 2 കുക്കി ഉണ്ടാവും, 2 അടുത്ത് ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഇട്ടാൽ മതി, വൈദ്യുതി ടാപ്പ് ചെയ്ത് വരും. അതാണ് ടാപ്പിംഗ് എന്ന് പറയാം. അപ്പോ വേണ്ടുന്നിടത്ത് സർവവ്യാപിയായ ഈ ഒരു ചൈതന്യ പ്രവാഹത്തിൽ വേണ്ടിടത്ത് നിന്ന് ടാപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രാണനം എന്ന് പറയുക. നമ്മൾ ഇതിനകത്ത് നിലകൊള്ളുകയാണ്, നമ്മൾ എപ്പോഴും അതിനകത്ത് നിലകൊള്ളുന്നു. ഇത് നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെന്താ ഈ പ്രാണനത്തിന് ഇത്രയും പ്രത്യേകത? ഈ സർവ്വ ജീവജാലങ്ങളും ഇതുമായിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അവയ്ക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഈ പ്രാണനം എന്നുള്ള പ്രക്രിയക്ക് എന്താണ് പ്രത്യേകത വെച്ചാൽ, അത് നമ്മൾ ചെയ്യുന്നത് ബോധപൂർവമാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് അനുഭവിക്കാൻ കഴിയും. അപ്പോ ഈ പ്രപഞ്ച ചൈതന്യം എന്ന് പറയുന്നത്, സർവവ്യാപിയായ പ്രപഞ്ച ചൈതന്യം എന്ന് പറയുന്നത്, ആ പ്രപഞ്ച ചൈതന്യത്തെയാണ് നമ്മൾ ഈ ഹൈന്ദവ അല്ലെങ്കിൽ ദ്രാവിഡ ചിന്താ പദ്ധതികളിലൊക്കെ ഈ ശിവന്റെ നടനമായിട്ട്, നടരാജന്റെ നടനമായിട്ട് പറയുന്നത്. ശിവൻ എന്ന് വെച്ചാൽ എന്താ? ശിവൻ എന്ന് വെച്ചാൽ ശിവം ആയിരിക്കുന്നത്. ശിവം എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ തമിഴിൽ ഇതിനെ തർജ്ജമ ചെയ്യുമ്പോൾ ജീവം എന്ന് വരും. ജീവനുള്ളതിന്റെ നടനം, ജീവന്റെ നടനമാണ് നമ്മുടെ ശരീരം. ജീവനുള്ള നടനമാണ് ഒരു വനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ജീവന്റെ നടനമാണ് ഈ ഭൗമ സംവിധാനത്തില് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇത്രയേറെ വിപുലപ്പെട്ട വിധാനങ്ങൾ മുഴുവൻ. ആ ജീവന്റെ ഇവയെല്ലാം ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ള ആ വിശ്വനടനമില്ലേ, ജീവശക്തിയുടെ വിശ്വനടനം, അത് എല്ലായിടത്തുമുണ്ട്. എല്ലാത്തിലും ആ മഹാത്ഭുതം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കല്ലിലും പുല്ലിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്നുള്ള ഒരു പഴയ പാട്ടൊക്കെ വന്നിട്ടുള്ളത്. എല്ലായിടത്തും ഈ ജീവശക്തിയുടെ നടനം ഉണ്ട്. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ജീവനുള്ള വസ്തുക്കളിൽ, ഇപ്പൊ ഈ ശാസ്ത്രമൊക്കെ എത്തി അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ, ജീവൻ എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സംഘാതത്തിലാണ് ജീവനുണ്ട് എന്നുള്ള നിഗമനത്തിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഭൂമിക്ക് ജീവനില്ല. ഇതൊക്കെ പഴയ കാഴ്ചപ്പാടാണ് കേട്ടോ. 1700-ലും 1800-ലും ശാസ്ത്രത്തെ കുറിച്ചുള്ള സങ്കല്പനങ്ങൾ ഉണ്ടായി വന്ന കാലത്ത് ഉള്ള തിരിച്ചറിവുകളാണ്.
പിന്നീട് ആ കാഴ്ചപ്പാടുകളെല്ലാം പറയും ഗയ്യ ഹൈപ്പോത്തസിസ് വന്നു, ഗയ്യ തിയറി വന്നു, അതിലൂടെ ഭൂമിക്ക് ജീവനുണ്ടെന്നുള്ള തിരിച്ചറിഞ്ഞു. ഇന്നും ഈ വിവരം എത്താത്ത ഒരുപാട് ശാസ്ത്രവാദികളുണ്ട്. അവരവിടെ ഇരിക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവൻ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുള്ളതിന്റെ തെളിവാണ് ഭൂമി അതിന്റെ നിർവഹണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിർവഹിക്കുന്നത്. അത് തെർമോഡൈനാമിക്സിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ജീവശാസ്ത്രത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ നിരന്തരമായി ഭൂമിയിൽ പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സീസണുകൾ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് നമ്മളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ചൂട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് മഴ വരുന്നു എന്നുള്ളൊരവസ്ഥ വരുന്നത്. ഇതിങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ജീവന്റെ പ്രതിഭാസങ്ങളുടെ പ്രകടനമാണ്. അപ്പോ പ്രപഞ്ചം മുഴുവൻ ഈ പറയുന്ന ജീവന്റെ സജീവമായ ഡൈനാമിക് ആയിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനെ നിരന്തരം ചലിപ്പിക്കുന്ന ആ പ്രേരണ, ചലനപ്രേരണ ഉണ്ട്. ആ ചലനപ്രേരണ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ചൂടുണ്ടെങ്കിൽ അവിടെ തണുക്കേണ്ടത് ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് അവിടെ വരുന്നത് കൊണ്ടാണ് ആ ചൂടിനെ തണുപ്പാക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ചലനപ്രേരണ അകത്ത് ലീനമായിരിക്കുന്ന ബോധമാണ് അതിനെ ഉരുവാക്കുന്നത്. ആ ബോധമാണ് ചലനപ്രേരണയെ ഉരുവാക്കുന്നത്. എന്ന് വെച്ചാൽ ചലനപ്രേരണയ്ക്ക് ബോധമുണ്ട്, ഡൈനാമിസത്തിന് ബോധമുണ്ട്, ആ ജീവശക്തിക്ക് ബോധമുണ്ട്, ചൈതന്യത്തിന് ബോധമുണ്ട് എന്നുള്ളതാണ്. ഈ ബോധമാണ് സ്വയം ബോധമുള്ളത് കൊണ്ട് തന്നെ രൂപങ്ങളെയെല്ലാം ചലിപ്പിക്കുന്നത്. മനസ്സിലാക്കുക, ഈ പ്രപഞ്ചപ്രാണൻ എന്ന് പറയുന്ന ആ വിശ്വനടനത്തിലെ ആ നടനം നടത്തുന്ന ആ ചലനാത്മകതയ്ക്ക്, പ്രാണന്, ജീവശക്തിക്ക് ബോധമുള്ളത് കൊണ്ടാണ് അത് നിലവിലുള്ള രൂപങ്ങളെ, നിലവിലുള്ള സാഹചര്യങ്ങളെ എല്ലാം ചലിപ്പിക്കുന്നത്. ബോധം സ്വയം ബോധമുള്ളത് ആയതുകൊണ്ടാണ് രൂപങ്ങളെ ചലിപ്പിക്കുന്നത്. ഈ ചലനമാണ് പ്രാണന്റെ നൃത്തം എന്ന് പറയാം. ആ പ്രാണന്റെ നൃത്തം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു? ഇപ്പോ നമ്മളൊരു കല്ലിനെ കാണുകയാണ്, അവിടെ ഉറക്കത്തിന്റെ രൂപത്തിലാണ്, നിദ്രയുടെ രൂപത്തിലാണ് ആ പ്രകടനം എന്നുള്ളത് ഉണ്ടാകുന്നത്. അതൊരു സസ്യത്തിലാണെങ്കിൽ അത് ഉണർന്നിരിക്കുന്നു, ജാഗ്രതയിലാണ്. ഉണർന്നിരിക്കുന്നു വെച്ചാൽ പ്രവർത്തിക്കണം, ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ള, ഉണർന്നിരിക്കുന്നത് ഒരു പ്രവർത്തനമാണ്. അത് മൃഗങ്ങളിലാകുമ്പോൾ അവിടെ ചിന്തയുടെ ഒരവസ്ഥയുണ്ട്. എന്തു വേണം എന്തു വേണ്ട എന്ന രീതിയിലുള്ള നിർണയങ്ങളിലേക്ക് പോകുവാൻ, ക്ഷിപ്രമായിട്ട് പോകുവാനുള്ള ഒരു ശേഷിയുണ്ട്. മനുഷ്യനുള്ളത് അവന് ഭാവന ചെയ്യാൻ, ദർശനം ചെയ്യാൻ, എൻവിഷൻ ചെയ്യാനുള്ള ഒരു ശേഷിയാറുണ്ട്. എന്ന് വെച്ചാൽ മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ഒരു ശേഷിയായിട്ട് മാറുന്നു. അപ്പൊ ആ രൂപത്തിൽ ഉണർന്നിരിക്കുന്ന എല്ലായിടത്തുമുള്ള ആ പ്രാണന്റെ നൃത്തം, ഓരോന്നിലും ഓരോ രൂപത്തിൽ ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഏത് അവബോധാവസ്ഥയിൽ ആയിരിക്കുന്നു ആ രൂപത്തിൽ പ്രാണൻ പ്രകടമാകുന്നു. അതിനെ നമ്മൾ ഓരോ ബോധതലങ്ങളെന്നോ ഓരോ അവസ്ഥകളെന്നോ ഓരോ മനസ്സുകളെന്നോ ഒക്കെ വിളിക്കും. അപ്പൊ ഈ പ്രാണൻ എന്ന് പറയുന്നത് ചലിക്കുന്നത് എങ്ങനെയാണോ ആ ചലിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ബോധത്തെ തീരുമാനിക്കുന്നത്, നമ്മുടെ അവബോധത്തെ തീരുമാനിക്കുന്നത്, നമ്മുടെ അവസ്ഥയെ തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ അവസ്ഥയിൽ ആ നൃത്തത്തിലായിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ബോധത്തിലാണെങ്കിൽ നമുക്ക് ആ നൃത്തത്തിന്റെ ഗതിയെ നിർണയിക്കാൻ കഴിയും. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഗതിയെ നിയന്ത്രിക്കുക? ഗതിയെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം ഈ ഗതിയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണ്ടേ, അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് അറിയണ്ടേ. ഈ വിശ്വപ്രാണൻ എന്ന് പറയുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ പ്രാണന്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് അറിയണ്ടേ. ആ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം ഇത് നിരന്തരം ചലിക്കുന്നതാണ്. ഇപ്പൊ കല്ലിൽ ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ പോലും അത് ചലിക്കുന്നതാണ്. കല്ലിലും മാറ്റമുണ്ടാകാം, അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചലനമാണ്, ആ ചലിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ കമ്പനത്തിന്റെ ആകത്തുകയാണ് നമ്മൾ കാണുന്നത്. ഒരു ഫാൻ കറങ്ങുന്ന സമയത്ത് ഫാനിന്റെ ആകെ 3 ലീഫേ ഉള്ളൂ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വൃത്താകാരം ജനിപ്പിക്കുന്നത് പോലെ നമ്മൾ ഹാർഡായിട്ട് കാണുന്ന ഒരു സബ്സ്റ്റൻസിലെ ആ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതൊരു മെമ്പറൈനാണ്, ഒരു സ്തരമാണ്, ഒരു കമ്പനത്തെയാണ് നമ്മൾ കാണുന്നത്. ആ വസ്തു അല്ല അവിടെ നിലനിൽക്കുന്നത്, അതിന്റെ കമ്പനത്തിന്, ആ പ്രവർത്തന തത്വത്തെയാണ് നമ്മൾ കാണുന്നത്. അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ ചലിക്കുന്നു? അതിന് സ്വയം ബോധമുണ്ട്, അല്ലെ? ആ ബോധമാണ് അതിനെ അതാക്കി നിലനിർത്തുന്നത്. എന്തു വേണം, എങ്ങനെ വേണം എന്നുള്ള ചലനപ്രേരണ നൽകുന്നത് ആ ബോധമാണ്. എപ്പോൾ എവിടെ വേണം എന്നുള്ളത് തൽക്ഷണങ്ങളിൽ തീരുമാനിക്കുന്നുണ്ട്. ആ തീരുമാനമെടുക്കുന്നത് ബോധത്തിന് തന്നെ തൽക്ഷണ സ്വഭാവമായിട്ടുള്ള ബുദ്ധിയാണ്.
അത് തന്നെയാണ് ഈ പ്രവർത്തനമായിട്ട് മുൻപോട്ട് വരുന്നത്. ആ പ്രവർത്തനത്തിന്റെ ആകത്തുകയാണ് ഇപ്പൊ ഫാൻ കറങ്ങുന്നു എന്നുള്ള പ്രവർത്തനമാണ്, അതിന്റെ ആകത്തുകയാണ് നമ്മൾ വട്ടത്തിൽ കാണുന്ന രൂപം. അത് തന്നെയാണ് ഈ സൃഷ്ടി എന്ന രീതിയിൽ വെളിപ്പെടുന്നത്, ജനറേഷൻ എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. ആ ജനറേറ്റ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ പ്രവർത്തനമായി നമ്മൾ അനുഭവിക്കുന്നത്. ജനറേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ഇപ്പൊ എന്റെ ശരീരത്തിന്റെ സൂക്ഷ്മകോശങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ശരീരമായി രൂപം കൊള്ളുന്നു. ഈ ശരീരമായി രൂപം കൊണ്ടാൽ ശരീരത്തിന്റെ ധർമ്മം നിർവഹിക്കാനായിട്ട് അത് ചില പ്രവർത്തനങ്ങൾ ചെയ്യും. അതിനെയാണ് നിർദ്ധാരണം അല്ലെങ്കിൽ പ്രവർത്തനം, ഓപ്പറേഷൻ എന്ന് പറയുക. അപ്പോ സൃഷ്ടി എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നു, ജനറേഷൻ എന്നുള്ളൊരു കാര്യം ചെയ്യുന്നു, പ്രവർത്തനം എന്നുള്ളത് ഓപ്പറേഷൻ, നിർദ്ധാരണം എന്നുള്ളൊരു അവസ്ഥ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഉണ്ടായ സാധനത്തെ ആവശ്യം കഴിഞ്ഞിട്ടെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഡീജനറേറ്റ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത്, നശിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പുനർവിന്യസിക്കുക എന്നുള്ളതാണ് സത്യം. അങ്ങനെ ചെയ്യുന്നു. ഇതിനിടയിലെങ്ങാനും ഇതിന് ചെറിയ അപാകങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശമിപ്പിക്കും. അപ്പോ പ്രധാനമായിട്ടും പറഞ്ഞ ഈ 3 പ്രധാന കാര്യങ്ങൾ, അതായത് ജനറേറ്റ് ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു എന്ന് പറയുന്ന 3 തരം പ്രവർത്തനങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ജനറേറ്റ്, ഓപ്പറേറ്റ് ആൻഡ് ഡീജനറേറ്റ്. ഈ 3 കാര്യം, ജനറേറ്റ്, ഓപ്പറേറ്റ്, ഡീജനറേറ്റ്, GOD, ഇതിനെയാണ് ഗോഡ്ലിനെസ് എന്ന് നമ്മൾ പറയുക, ദൈവീകത എന്ന് പറയുക. നമ്മൾ വ്യവസ്ഥാ നിയമ പ്രകാരം കോസ്മിക് പെറ്റാക്കളിൽ വെച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഗോഡ്ലിനെസ് എന്ന് പറയുന്നത് ഈസിനെസ് ആണ്. ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് ഒരു വ്യവസ്ഥ പ്രവർത്തിക്കുന്നതിനാണ് അതിന്റെ ഗോഡ്ലിനെസ് എന്ന് പറയുക. ആ ഗോഡ്ലിനെസിന്റെ ഉപരിവ്യവസ്ഥയ്ക്കുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ സൂപ്പർ ഗോഡ്ലിനെസ് എന്ന് പറയുക, അല്ലെങ്കിൽ ജൈവികത എന്ന് പറയും. ഗോഡ്ലിനെസ് എന്നല്ല ഞാൻ മുമ്പേ പറഞ്ഞത്. ജൈവികത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യവസ്ഥ അതിന്റെ ഏറ്റവും സ്വാഭാവികമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ സഹജമായി പ്രവർത്തിക്കുന്നത് ജൈവികത എന്ന് പറയുന്നു. ആ ജൈവികതയുടെ ഉപരിവ്യവസ്ഥയുടെ തലത്തെയാണ് നമ്മൾ സൂപ്പർ ജൈവികത അല്ലെങ്കിൽ അതിജൈവികത എന്ന് പറയുന്നത്. അതിജൈവികത പ്രവർത്തിക്കുന്ന സമയത്ത് അത് ഏറ്റവും ഒപ്റ്റിമം രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ദൈവികത എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ ഇത്? പ്രാണൻ അല്ലെങ്കിൽ വിശ്വചൈതന്യം എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ദൈവികത എന്ന് പറയുന്നത്. അപ്പോ ഈ ദൈവികത എന്നുള്ളത്, അതില് അങ്ങനെ ഒന്നുണ്ട് എന്ന ബോധത്തിൽ നമ്മളായിരിക്കുമ്പോൾ, വിശ്വപ്രാണൻ ഇവിടെയുണ്ട്, ആ വിശ്വപ്രവാഹത്തിൽ നമ്മൾ നിലകൊള്ളുന്ന രീതിയിൽ ചില ഇപ്പൊ പട്ടിയോ പൂച്ചയോ ചെടിയോ കല്ലോ ഒന്നും ഇത് അറിഞ്ഞുകൊണ്ടല്ല, അതിൽ ആയിരിക്കുന്നു, അതുമായിട്ട് സ്പർശിച്ചിരിക്കുന്നു, ആ ടാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, അത് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അതിലായിരിക്കുന്നുവെങ്കിൽ നമ്മൾ അതിൽ ഒഴുകുകയാണ്. കല്ലാണെങ്കിലും ചെടിയാണെങ്കിലും ഒക്കെ ഒഴുകുകയാണ്. അതിൽ ഒഴുകുന്നു എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ നമുക്ക് നിയന്ത്രണമില്ല. നമ്മളൊരു ഒഴുക്കിൽപ്പെട്ടതുപോലെ നമ്മൾ ഒഴുക്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ബോധമുണ്ടെങ്കിൽ ആ ഒഴുക്കിൽപ്പെടുമ്പോൾ ഒരു കല്ല് വരുമ്പോൾ കല്ലിൽ തട്ടാതെ നമുക്ക് നീങ്ങിപ്പോവാൻ കഴിയും. അപ്പോഴാണ് അതിന്റെ ഭാഗമാവുക, ആ പ്രവാഹത്തിന്റെ ഭാഗമാവുക. നമുക്ക് നമ്മുടെ ബോധം ഉണർന്നിരിക്കുമ്പോൾ വെറും അവബോധമാണ്. അവബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണെന്നുള്ളത് തിരിച്ചറിയുന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ അതിലായിരിക്കുമ്പോൾ നമ്മൾ ആ ഒഴുക്കിലാകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ബോധമുള്ളപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാകും. നമ്മൾ അതിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നിരിക്കട്ടെ. ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഈ തട്ടാതെ മുട്ടാതെ നമുക്ക് എങ്ങോട്ട് പോകണം, തീരത്തോട്ട് പോകണം, നടുവിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഗതിയെ, നമുക്ക് വിശ്വപ്രാണനെ മുഴുവൻ ചലിപ്പിക്കാൻ പറ്റുന്നുള്ളതല്ല, നമ്മുടെ ഗതിയെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഗതിയെ പ്രവർത്തിപ്പിക്കുമ്പോൾ ആപേക്ഷികമായി നമ്മൾ വിശ്വപ്രാണനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും. അപ്പൊ സത്യം പറഞ്ഞാൽ അതിനെ ചലിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് അത് അനുഭവമാകും. അപ്പോൾ നമ്മൾ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതിനെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്താൽ, നമ്മൾ ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഇമോഷനെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്താൽ നമുക്ക് വേണ്ടുന്ന രൂപത്തിൽ ഇതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും, ജീവിതം സാക്ഷാത്കരിക്കാൻ പറ്റും. അപ്പൊ ഈ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രാണനം പരിശീലിക്കുന്നത്. നമ്മൾ ജീവനോടെ ഉണ്ട്, ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ ഈ ഒഴുക്കിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബോധമുണ്ട്, നമുക്ക് പ്രാണനുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമാണ്. നമ്മൾ ഈ പ്രാണനെ കുറിച്ച് ചർച്ച ചെയ്യുകയും പല വിധത്തിൽ പലയിടത്ത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ. ജീവിതകാലം മുഴുവൻ ശ്വാസം പൊട്ടിയാൽ ചത്തുപോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ശ്വാസം എന്നുള്ള പ്രാധാന്യമുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നു. നമ്മൾ എപ്പോഴൊക്കെ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോഴെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോഴാണ് ജീവിതം സാക്ഷാത്കരിക്കുക.
ആ സാക്ഷാത്കാരത്തിന്റെ പല ഘട്ടങ്ങളല്ല, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. 3 ഘട്ടങ്ങളാണ്: കാര്യസിദ്ധി, ജ്ഞാനസിദ്ധി, മോക്ഷസിദ്ധി എന്ന് പറഞ്ഞ 3 അവസ്ഥകളുണ്ട്. അത് പിന്നീട് സംസാരിക്കാം. അപ്പൊ എന്താണെങ്കിലും ഈ പ്രാണനം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ജീവിതത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ പ്രാണനത്തെ നിങ്ങളിപ്പോ കേൾക്കുകയാണ്. ഇതിനു മുമ്പ് 2 തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു സെഷൻ എന്നുള്ള രീതിയിൽ, ലെസൺ എന്നുള്ള രീതിയിൽ കേൾക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് ഈ സാധനത്തെ സാക്ഷാത്കരിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങളിപ്പോ ഞാൻ പറയുന്നത് കേൾക്കുക. കേട്ടതിനെ കുറിച്ച് നിങ്ങൾ മനനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാവും. ആ അവബോധം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അതിനോട് വിറ്റ്നസ് ചെയ്യുക, സാക്ഷിയാവുക. സാക്ഷിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ചലനത്തെ കാണാനും അറിയാനും പറ്റും. അപ്പോൾ നിങ്ങൾ അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫോക്കസ് ചെയ്യുക. പിന്നെ അതിനെ കൈകാര്യം ചെയ്യുക. അത് നിങ്ങൾ ആ ഫോക്കസ് ചെയ്ത സാധനത്തെ നിങ്ങളായിട്ട് കൈകാര്യം ചെയ്യുക. കൈകാര്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ലീഡ് ചെയ്യുക, അതിന് നേതൃത്വം നൽകുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോ പ്രാണൻ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രാണൻ എന്ന് പറയുന്നത് വിശ്വചലനാത്മകതയാണ്. അത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സാധനമല്ല, വിശ്വത്തിന്റെ മൊത്തം ചലനമാണ്. അതൊരു നൃത്തമാണ്. ആ നൃത്തത്തിന്റെ ഭാഗമായിരിക്കുക എന്നുള്ളതാണ് കാര്യം. അതിൽ നിന്ന് വിച്ഛേദിതമായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തകരാറിലാവും. നമ്മൾ അതിലായിരിക്കുക എന്നുള്ളതും നമ്മൾ അതിലേക്ക് ബോധപൂർവം നിലനിൽക്കുക എന്നുള്ളതാണ്. ആ ബോധം വർദ്ധിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ പ്രാണനൃത്തം അനുഭവമാകും. ഇപ്പോ നമ്മൾ വളരെയധികം ടെൻസ്ഡായി നിൽക്കുന്നു, നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ശ്വാസത്തെ ശ്രദ്ധിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വിട്ടാൽ മതി, ഈ ടെൻഷൻ ഒതുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ശ്വാസോച്ഛ്വാസം നല്ല രീതിയിൽ ചെയ്താൽ മതി. വേദന പതുക്കെ വഴി മാറുന്നത്, ഗതി മാറുന്നത് നമുക്ക് കാണാനാവും. ഈ പ്രാണനൃത്തം നമുക്ക് അനുഭവമാകുന്നത് കാണാം. നമ്മൾ വളരെ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. നമ്മൾ പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് പരിവർത്തിപ്പിക്കാൻ ഭാവന ചെയ്താൽ മതി. ആ സിറ്റുവേഷൻ എങ്ങനെ പരിവർത്തിക്കും നമുക്ക് കാണാനാവും. പ്രാക്ടീസ് വേണം, പക്ഷെ അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ, ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ, ഇന്റൻഷനുകളെ സാക്ഷാത്കരിക്കാനുള്ള ടൂളാണ് നമുക്ക് തന്നിട്ടുള്ള ഈ പ്രാണനം എന്ന് പറയുന്നത്. ജീവൻ തന്നിട്ടുള്ളത് നമുക്ക് നിലനിൽക്കാനാണെങ്കിൽ ആ ജീവനെ ഏത് വഴിക്ക് കൊണ്ടുപോകണം എന്നുള്ള പ്രകൃതിയുടെ പ്രോഗ്രാമാണ് പ്രാണൻ. അതിനിടയിൽ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അയാൾ ഇതിന് തടസ്സമാവുക. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. മനസ്സെന്ന് പറയുന്ന സാധനം ഇതിന്റെ ഇടയിലുള്ള ഒരു റബ്ബർ ബുഷ് പോലൊരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവരാണ് നമ്മളെ ഭരിക്കുന്നത്. അതിനെ അതിജീവിച്ചിട്ട് നമ്മൾ പ്രാണനെ കേന്ദ്രീകരിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതം തന്നെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് കാര്യം. അപ്പോ ജീവശക്തി എല്ലായിടത്തുമുണ്ട്, ജീവനൃത്തം എല്ലായിടത്തുമുണ്ട്. അതിനെ അറിയുക, അതായി ജീവിക്കുക. ഇതാണ് പ്രാണനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കേട്ട കാര്യങ്ങളെ ഒന്ന് മനനം ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം നാളെ അടുത്ത സെഷനിലേക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.